ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പേരക്കൃഷിയെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നട്ടിരിക്കുന്നത് കിൻഡൽ പേരയാണ്. ഡ്രമ്മിൽ നട്ട് വിളവെടുക്കുവാൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് കിൻഡൽ പേര. ഈ പേര നട്ട് 6 മാസമായപ്പോൾ കായ്ച്ചു തുടങ്ങി. പ്രൂൺ ചെയ്ത് കൊടുത്തതുകൊണ്ട് ഇത് വളരെ ഉയരത്തിൽ പോയിട്ടില്ല. ചെറിയ കുട്ടികൾക്ക് വരെ ഇതിൽ നിന്നും പേരയ്ക്ക പൊട്ടിച്ചെടുക്കുവാൻ പറ്റും. ഇതിലെ 2 പേരയ്ക്ക വയ്ക്കുമ്പോൾ 1 കിലോയോളം തൂക്കം കിട്ടും. നല്ല മധുരമുള്ള പേരയ്ക്കയാണിത്. ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ് പേര. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി പിടിക്കുന്ന ഒരു പഴച്ചെടിയാണ് പേര. പണ്ടുകാലം മുതലേ എല്ലാ വീടുകളിലും പേരമരമുണ്ട്. അവയിൽ ഒരു 90% നാടൻ ഇനങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നഴ്സറികളിൽ നിന്ന് ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ വെറൈറ്റി പേരത്തൈകൾ വാങ്ങുവാൻ കിട്ടും. അവയെല്ലാം 6 മാസമാകുമ്പോൾ മുതൽ കായ്ച്ചു തുടങ്ങും. നല്ല വലിപ്പമുള്ള പേരയ്ക്കകൾ കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗ്രാഫ്റ്റ് ചെയ്ത പേരച്ചെടിയിൽ നിന്ന് എല്ലാ സീസണിലും പേരയ്ക്ക ലഭിക്കും. ഈ പേരയ്ക്കയ്ക്ക് സീഡ് കുറവായിരിക്കും. ഇതിലെ 2 പേരയ്ക്ക 2 ദിവസം കൂടി കഴിഞ്ഞ് പൊട്ടിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പോൾ തന്നെ 1 പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പേരയ്ക്ക മുഴുവൻ പൊട്ടിച്ചെടുത്ത ശേഷം ആ ഭാഗം ഞാൻ കട്ട് ചെയ്തു കളയും. എന്നാൽ 6 മാസത്തിനകം അവിടെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അതിൽ നിന്ന് പൂക്കളും തുടർന്ന് പുതിയ പേരയ്ക്കയും എനിക്കിതിൽ നിന്ന് കിട്ടും. വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ പേരച്ചെടി നന്നായി കായ്ച്ചു കിട്ടും. ഇനി തൈ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നഴ്സറികളിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കണം. തൈ നടുന്നതിന് വേണ്ടി 2 അടി താഴ്ചയിൽ കുഴിയെടുക്കണം. ആ കുഴിയുടെ അടിഭാഗത്ത് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുത്ത ശേഷം തൈയുടെ കവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തൈ ആ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുക. പിന്നീട് അല്പം മേൽമണ്ണും തൈയുടെ ചുറ്റും ഇട്ടുകൊടുക്കുക. തുടർന്ന് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്തത് പേരച്ചെടിയുടെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുക. ബാക്കിയുള്ള ഭാഗം മേൽമണ്ണ് കൊണ്ട് ഫിൽ ചെയ്യുക. തൈയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വേനൽക്കാലത്താണ് തൈ നടുന്നതെങ്കിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. മിതമായ രീതിയിൽ നനച്ചു കൊടുത്താൽ മതി. വേനൽക്കാലമായപ്പോൾ ഞാൻ ഈ തൈയുടെ ചുറ്റിലും ഓല കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നഷ്ടപ്പെട്ടു പോകാതെ മണ്ണിൽ നനവ് നിലനിർത്തുവാൻ സഹായിക്കും. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചെടിയിൽ പൂക്കളും ചെറിയ കായ്കളും ഉണ്ടായിട്ടുണ്ട്. പേരയ്ക്ക പിടിക്കുമ്പോൾ കിളികൾ കൊത്തിക്കൊണ്ടു പോകാതിരിക്കുവാൻ പേരയ്ക്കയിൽ കവറിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പേരയ്ക്ക ഒരുപാട് പഴുത്ത് പോകുന്നതിന് മുമ്പ് ക്രിസ്പിയായി കഴിക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് പേരയ്ക്ക ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.